ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാളം ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ഗെയിം റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലിച്ചോ കാര്യങ്ങളോ ഒന്നുമല്ല ഗൈസ്. അപ്പോൾ ഗെയിമും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് വീഡിയോസ് പ്രതീക്ഷിച്ച് നിൽക്കുന്ന മച്ചന്മാരാണെങ്കിൽ ഈ വീഡിയോ കാണണ്ട. പക്ഷേ നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണണം. ഫ്രണ്ട്സ്, തമ്പനയിൽ കണ്ട് തെറി വിളിക്കാനും അതല്ല ചീത്ത പറയാനും കമൻറ്റ് ചെയ്യാനിരിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവ് ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. അതിനുശേഷം മാത്രം നിങ്ങൾക്ക് തെറി വിളിക്കണമെന്നുണ്ടെങ്കിൽ തെറി വിളിക്കുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആദ്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് മാത്രം ശേഷം നിങ്ങളൊന്ന് പ്രതികരിക്കുക. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ അടുത്ത് അറിഞ്ഞൊരു കാര്യം തന്നെയായിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയയിലും പല സ്ഥലങ്ങളിലും വമ്പൻ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, സേവ് ആലപ്പാട് എന്ന് പറഞ്ഞ്. പലർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, എന്താ സംഭവം എന്ന് പോലും. പക്ഷേ എല്ലാം സംഭവം നമ്മളും കൂടി ഉത്തരവാദികളായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഗൈസ് ഈ ആലപ്പാട് നടക്കുന്നത്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, നമ്മളും കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഈ സമയത്താണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ശരിയാണ്, നമ്മൾ ഒരു ഗെയിമിംഗ് ആയിട്ട് നടക്കുന്ന ആളുകളാണ്, ചുമ്മാ ഫോണിൽ ഒതുങ്ങിയല്ലേ. പക്ഷേ കഴിഞ്ഞ പ്രളയം വന്നപ്പോൾ നമ്മളെങ്ങനെയായിരുന്നു, ഈ ഗെയിമും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയൊക്കെ ആയിട്ട് നടന്നവർ തന്നെയാണ് ഈ പ്രളയത്തിന് ചുക്കാൻ പിടിച്ചതിൽ കൂടെ നിന്നതിൽ ഒരു വിഭാഗം ആളുകളും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഈ സംഭവം നല്ല രീതിയിൽ തന്നെ വിജയകരമായി നടത്താൻ പറ്റും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ പറയണത്, നിങ്ങൾ അറിഞ്ഞ കാര്യമൊക്കെ തന്നെയായിരിക്കും. നമ്മുടെ ആലപ്പാട്, കൊല്ലം ജില്ലയിലെ ആലപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഓവറായിട്ടുള്ള മൈനിങ് നടക്കുകയാണ്. സംഭവം കുറേ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതുവഴി എന്താ പ്രശ്നം പറ്റണേന്ന് വെച്ചാൽ നമ്മുടെ ആലപ്പാട് എന്ന് പറയുന്ന സ്ഥലം കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വരും ദിവസങ്ങളിലും ഇങ്ങനെ വന്ന് കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ ആലപ്പാട് എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ കടലിൻ്റെയും കായലിൻ്റെയും ഇടയിൽ കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമം പോലുള്ള പ്രദേശമാണ് ഗൈസ്. അവിടെയാണ് ഈ പ്രശ്നം നടക്കുന്നത്. നല്ല രീതിയിലല്ലാത്ത മൈനിങ് നടക്കുന്നതുകൊണ്ടാണ് അവിടെ കടൽ കയറാൻ കാരണം. അവിടെയുള്ള നാട്ടുകാർ കൂടുതലായും ഈ മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെയുള്ള പാവം പച്ചയായ മനുഷ്യരാണ് ഗൈസ്. അപ്പോൾ അവരുടെ അവർ വളർന്ന സ്ഥലം അവർക്ക് കണ്ണിൽ നിന്നും മാഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ എന്ത് ഫീൽ ചെയ്യുക. നമ്മൾ തന്നെ ഒന്ന് വിചാരിച്ചേക്കുക, നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലം നമ്മുടെ മുന്നിൽ നിന്ന് മാറി പോവുകയാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം വിഷമം അറ്റാച്ച്മെൻറ്റ് ആ സ്ഥലത്തിനോടും കാര്യങ്ങൾ അത് തന്നെയാണ് ഗൈസ് അവർക്കും. നമ്മളെ ആളുകൾക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ മാത്രമേ നമ്മൾ തിരിഞ്ഞു നോക്കൂ. പൊതുവെ മലയാളികൾ മാത്രമല്ല, മനുഷ്യരിൽ ഏറ്റവും കൂടുതലും ഈ ഒരു പ്രശ്നം ഉള്ളതാണ്. പക്ഷേ ഈ ഒരു കേസിൽ നിങ്ങൾ അങ്ങനെയുള്ള രീതിയിൽ എടുക്കരുത് ഗൈസ്. കാരണം ഇത് നമ്മുടെ പ്രശ്നം തന്നെയാണ്. നമുക്കറിയാം, ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കഴിഞ്ഞ പ്രളയം വന്നപ്പോൾ നമ്മളെ രക്ഷിക്കുന്ന കൂട്ടത്തിൽ ദൈവം അയച്ച രക്ഷകരായിട്ട് ഇവരൊക്കെ തന്നെയാണ് ഉണ്ടായുള്ളൂ. അപ്പോൾ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളും അവർക്കൊരു താങ്ങായിട്ട് തന്നെ നിൽക്കണം ഗൈസ്. അപ്പോൾ ഇതിപ്പോൾ ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ഒരു ഗെയിമിംഗ് ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ടത്ര ഈ ഒരു പ്രശ്നത്തിന് വേണ്ടത്ര പബ്ലിസിറ്റി കാര്യങ്ങൾ കിട്ടില്ല. ഒരു മീഡിയയും ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല, എല്ലാം കണക്കാണ്. അവരൊന്നും ഇങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിക്കാനോ ഒന്നിനും പോയിട്ടില്ല ഗൈസ്. അപ്പോൾ 70-80 ദിവസം അടുത്താവാറായി അവർ റിലേ നിരാഹാരം അവിടെ കിടക്കുന്നുണ്ട്. ഒരു പട്ടി പോലും അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ. ഞാൻ പച്ചയായിട്ട് തന്നെ പറയുകയാണ്. കാരണം നിങ്ങൾ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, കുറേ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ പ്രശ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളും ഇതിനൊറ്റക്കെട്ടായിട്ട് അണിചേരണം ഗൈസ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവർ മനുഷ്യരാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മളിപ്പോൾ ഇന്ന് കണ്ണടക്കുകയെന്ന് വിചാരിക്കും, അവരുടെ നാട് സ്ഥലവും മണ്ണും ഒക്കെ പോവും. വരും കാലത്ത് നമുക്കും ഇത് തന്നെയാവും പ്രശ്നം ഗൈസ്. അപ്പോൾ കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം #സേവ് ആലപ്പാട് അതുപോലെ #സ്റ്റോപ്പ് മൈനിങ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ മാക്സിമം കൊടുക്കുക. പറ്റുമെങ്കിൽ കൂടുതലായും നമ്മുടെ ട്വിറ്ററിൽ #കോഡ് വെച്ച് ഇടാൻ ശ്രമിക്കുക. കാരണം ഈ ട്വിറ്ററിലൊക്കെ ഇടുന്ന പറഞ്ഞാൽ ഹയർ ഒഫീഷ്യൽസൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്ന സംഭവമായിരിക്കും ഈ ട്വിറ്റർ. അപ്പോൾ ഈ വലിയ അധികാരികളുടെ കണ്ണൊക്കെ ഒന്ന് തുറക്കട്ടെ. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ കാര്യം പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ നാടിന് വേണ്ടി തന്നെ നിൽക്കണം. കടൽ കയറിക്കൊണ്ടിരിക്കുന്ന ഇതോടെ നിർത്തിക്കണം ഗൈസ്. കാരണം അവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ഒന്ന് മാക്സിമം ചെയ്യുക. മാക്സിമം മീഡിയ കാര്യങ്ങളെയൊക്കെ പബ്ലിസിറ്റി നമുക്ക് ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ പറ്റും ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഗെയിം കളിച്ചുകൊണ്ട് ഒതുങ്ങി നിൽക്കുന്നവരല്ല. നമ്മൾ വിചാരിച്ച എന്തും പറ്റും. അപ്പോൾ മാക്സിമം ഈ സംഭവം ഈ കാര്യമൊക്കെ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യാനല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, #സേവ് ആലപ്പാട് #സ്റ്റോപ്പ് മൈനിങ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു മീഡിയയും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അവരങ്ങനെ അവർ TRP റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഗൈസ് ചെയ്യുള്ളൂ. അപ്പോൾ മനുഷ്യത്വം അവർക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ വേണം മാക്സിമം ഈ ഒരു കേസിനെ പൊക്കിക്കൊണ്ടുവരാൻ. അപ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു
എന്താ പറയുക ഗെയിമോ കാര്യമൊന്നും ഇന്ന് വീടുള്ള ഈ കേസ് അറിഞ്ഞിട്ട് കുറേ നാളെ, പക്ഷേ എനിക്ക് പ്രതികരിക്കണം എന്നുണ്ടായി. അപ്പോൾ ഇന്നാണ് ഒന്ന് എന്താ പറയുക നിങ്ങളായിട്ട് വീഡിയോ ചെയ്ത് ഇടണമെന്ന് തോന്നിയത് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ എന്താ പറയുക ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത ഒരു തമ്പനയിലല്ല ഇട്ടിരിക്കുന്നത്. ഇത് ഇടാൻ കാരണം എന്താ വെച്ചാൽ ഒരു ക്ലിക്ക് ബൈറ്റ് ഉദ്ദേശിച്ച് തന്നെയാണ് ഇട്ടത്. കാരണം നമ്മൾ മലയാളികൾ എന്ന് പറയില്ല, ഓക്കെ സോറി തിരിച്ചിടണോ. നമ്മൾ പൊതുവെ മനുഷ്യരുടെ ഒരു സ്വഭാവമുണ്ട്, നമ്മൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാണ് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിന് മാക്സിമം ഇമ്പോർട്ടൻസ് കിട്ടണം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു തമ്പനയിൽ ഇട്ടത്. അപ്പോൾ ഇനി അത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കണോ, ഞാൻ മനസ്സറിഞ്ഞ് ക്ഷമ ചോദിക്കണോ. കാരണം ഇതെന്താ പറയുക ഗൈസ്, നമ്മുടെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ആളുകൾ അറിയണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു തമ്പനയിൽ ഇട്ടത്. ഇപ്പോൾ ഒരു നെഗറ്റീവ് ആകുമ്പോൾ എന്തായാലും ആളുകളൊക്കെ എടുത്ത് നോക്കും. അങ്ങനെയുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. സോറി ഗൈസ്. ഇത് ഞാൻ ഈ വീഡിയോയ്ക്ക് ലൈക്കോ കാര്യങ്ങളോ ഒന്നും ആരോടും ഞാൻ പറയില്ല. ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഒന്നും ഞാൻ ഇന്ന് പറയില്ല. അപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. നമ്മളുണ്ട്, നമ്മളെ കരകയറ്റിയ ആളുകളാണ്. അപ്പോൾ നമ്മളും അവർക്ക് വേണ്ടി നിൽക്കണം. വരും കാലങ്ങളിൽ നമുക്കും ഈ പ്രശ്നം വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഒരു ഗെയിമിങ്ങോ അല്ലെങ്കിൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണാം ഗൈസ്. ഗുഡ് ബൈ.